നമ്മൾ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളിപ്പോൾ യോർക്കിൽ വന്നേക്കുവാണ്. നമ്മൾ കറക്റ്റ് ട്രെയിൻ കയറി കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് റെയിൽവേ മ്യൂസിയം ആണ്. റെയിൽവേയുടെ കുറേ പാർട്സും പണ്ടത്തെ ജപ്പാൻ ട്രെയിൻസും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, നമ്മൾ വിചാരിച്ചതിനേക്കാളും തണുപ്പാണ് കേട്ടോ ഇവിടെ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് ഇരിക്കണം കേട്ടോ. പക്ഷേ നല്ല മഴക്കാറ് പോലത്തെ ഒരു സമയമാണ് ഇന്ന്. എന്താണെന്ന് വെച്ചാൽ ഒട്ടും വെയിലില്ല, ക്ലൗഡിയാണ്, ഭയങ്കര ക്ലൗഡിയാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ വന്നേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഓൾറെഡി 2 days മുമ്പ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. നമ്മുടെ ഷെഫീൽഡിൽ നിന്ന് 1 hour 45 minutes ഒരു ട്രെയിൻ ഉണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. നമ്മൾ 1 hour ട്രെയിനിനാണ് വന്നത്. നമ്മൾ ട്രെയിൻ ജേർണി ഒക്കെ അടിപൊളിയായിരുന്നു, പെട്ടെന്ന് എത്തി. ഇനി നമുക്ക് നേരെ റെയിൽവേ മ്യൂസിയത്തിലേക്ക് പോവാം. ഇവിടെ ഫുള്ള് കുറേ റെയിൽവേയുടെ എന്താണ് ട്രെയിനിൻ്റെ കുറേ ഫ്രണ്ടും ബാക്കും അങ്ങനത്തെ കുറേ സാധനങ്ങൾ, എൻജിൻസും അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രത്യേകത ഉള്ളതൊക്കെയാണ്. കാരണം 1980s 19 അങ്ങനത്തെ ഒരുപാട് വർഷങ്ങൾ മുന്നേ ഉള്ള ഒരുപാട് ട്രെയിനിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടും നമ്മൾ ചുമ്മാ ഇവിടെ ഹിസ്റ്ററി ഒന്നും അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഓരോ ട്രെയിനിൻ്റെയും. അപ്പം നമ്മൾ ഓരോ ട്രെയിനും അതിൻ്റേതായൊരു ഭംഗിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനൊക്കെ കണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയാമോ? കാരണം ഞാൻ കാണിച്ചു തരാവേ, ഒരു മിനിറ്റ്. കണ്ടോ ഈ വീലിൻ്റെ വലിപ്പം കാണിച്ചത്? കണ്ടോ, ഇതാണ് ആ ഫുൾ വീലിൻ്റെ വലിപ്പം. എന്തൊരു വലിപ്പം നോക്ക്. നല്ല ഹൈറ്റ് ഉണ്ട്. ഉണ്ടോ? ഇപ്പം ഇവനെ നിർത്തിക്കൊണ്ടാണ് കാണിക്കാൻ പറ്റും. ഈ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇത് എക്സിറ്റ് ഓൺലി ആണ്. അപ്പം നമുക്ക് ഇപ്പുറത്ത് കൂടി ആയിരിക്കണം ഇതിൻ്റെ എൻട്രൻസ്. ഉണ്ടോ ഈ ട്രെയിൻ? ഇതൊരു ഫ്ലൈറ്റ്. ഇതിൻ്റെ മുന്നിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു എയ്റോപ്ലെയിൻ പോലെ ഇരിക്കുന്ന ഒരു ട്രെയിനാണ്. എനിക്ക് തോന്നുന്നു അത് ജാപ്പനീസ് ഒരു ട്രെയിനാണെന്ന് തോന്നുന്നു. ജപ്പാൻ്റെ ഒരു ട്രെയിനാണ്, അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇങ്ങനെ അറിയപ്പെടുന്നതിന് എന്താ ഭയങ്കര ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്നാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് വന്നിട്ട് ഷാൻകെൻസനോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് വന്നിട്ട്. നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, എനിക്കിതിൻ്റെ മനസ്സ് പറയുന്നത് കണ്ടോ, ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്ന രീതിയിലാണ് ഇത്. കണ്ടോ
കണ്ടോ ഇത്രയും ഫാസ്റ്റാണ് ഈ സംഭവം കണ്ടോ. ഇതാണ് ഈ ഒരു ട്രെയിനാണ് നമ്മൾ ഉള്ളിലോട്ട് ഇപ്പോൾ കയറാൻ നോക്കി പോകുന്നത്. ഭയങ്കര വലിയ ട്രെയിൻ, പക്ഷെ ഭയങ്കര ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്. ഇതെനിക്ക് ഓർമ്മ വന്നത് ഒരു ഫ്ലൈറ്റ് പോലെ ഇതിരിക്കുന്നത്, ഒരു എയറോപ്ലെയിൻ പോലെ ഇരിക്കുന്ന ഒരു ട്രെയിനാണിത് കണ്ടോ. ഒരു എയറോപ്ലെയിൻ പോലെ ഇല്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹ്യൂജാണ് കേട്ടോ അത്. എന്താ ഈ ഒരു ട്രെയിൻ നോക്കിയേ, ഡൈനാമോമീറ്റർ കാർ കണ്ടോ. ഭയങ്കര അടിപൊളിയല്ലേ ഈ ട്രെയിൻ കാണാൻ. ഭയങ്കര ഒരു ക്ലാസിക് ട്രെയിനാണിത്. നമ്മൾ ഈ ഡൈനാമോമീറ്റർ കാർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഒരു മിഷനാണിത്. ഭയങ്കര പണ്ടത്തെ ക്ലാസിക് ട്രെയിൻ പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ മാച്ചൊക്കെ നോക്കിയാൽ ഉണ്ടോ, ഭയങ്കര എന്താ ക്ലാസിക് ട്രെയിൻ പോലെ ഉണ്ട്. ഇത് 1906 ട്രെയിനാണ് കേട്ടോ ഈ ഡൈനാമോമീറ്റർ. എനിക്ക് ആ ട്രെയിൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ക്ലാസിക് ഫീലും എന്തോ ഒരു ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് ആ ഒരു ട്രെയിൻ. നമ്മുടെ ഡ്രീമിലൊക്കെ ഇംഗ്ലണ്ടിലെ ട്രെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കളറിലെ ട്രെയിനൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ ഓർമ്മ വരാം. ആ ഒരു അതുപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് എന്തൊക്കെയോ ഒരുപാട് ട്രെയിനുണ്ട്. then ഈ ട്രെയിൻ വന്നിട്ട് 1949 ട്രെയിനാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് ഇങ്ങനെ ട്രെയിനിനൊക്കെ പറ്റിയിട്ട് നല്ലോണം അറിയാനും അതുപോലെ തന്നെ ഒരുപാട് കുറേ മോഡൽസൊക്കെ കാണാനും ഒക്കെ താല്പര്യമുള്ളവർ മസ്റ്റ് വിസിറ്റാണ് കേട്ടോ യോർക്കിലെ ഈ ട്രെയിൻ മ്യൂസിയം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 3 minutes ഒക്കെ നടക്കാനുള്ളൂ. ആൻഡ് അവരതിൻ്റെ അകത്ത് ഫുൾ ഡയറക്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും എന്തായാലും ഇവിടെ വന്നിട്ട് കാണണം കേട്ടോ. യോർക്കിൽ വരുന്നവരാണെങ്കിൽ ട്രെയിനിനെ ഇങ്ങനെ കാണാനും ഇങ്ങനത്തെ ഹ്യൂജ് ട്രെയിൻസൊക്കെ തൊട്ടടുത്ത് കാണാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിലും മസ്റ്റായിട്ട് വരണം കേട്ടോ. ഇതൊരു മോഡലാണ് കേട്ടോ റെയിൽവേയുടെ ഒക്കെ. അവിടേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട് എന്താ, വലിയൊരു ട്രെയിൻ വരുന്നുണ്ട്. ഇതിൽ കൂടെ വരണമായിരിക്കണം. എല്ലാം കൂടെ വരുമായിരിക്കും. എന്താ ഇതിൽ കൂടെ വരുന്നുണ്ട്.
ഇതായിട്ട് നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദി ഡേ. നമ്മളൊരു സോസേജ് റോളും പിന്നെ കുറച്ച് ടോർട്ടില്ല ചിപ്സാണ് വാങ്ങിച്ചേക്കണത്. സലേഷ് ഇവിടെ കഴിച്ചോണ്ടിരിക്കുവാണ്. ഹൗ വാസ് ഇറ്റ്? ഗുഡ്. ഈ ടോർട്ടില്ല ചിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. I'm gonna try this sausage roll ആണിത്. പൊതുവെ എനിക്ക് സോസേജസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ സോസേജ് പറഞ്ഞത്. നമുക്ക് നോക്കിയത് എങ്ങനെയുണ്ടാവും. പഫ് പേസ്ട്രി വെച്ചിട്ട് ഫുള്ള് റൗണ്ട് ചെയ്തേക്കാണ് ഉള്ളിൽ സോസേജ്. വേറൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ലത്. നമ്മളിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഈ ട്രെയിനിൽ കൂടി ആട്ടോ. നമ്മൾ വിചാരിച്ചു ഈ ട്രെയിനിൽ കൂടി ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഈ ട്രെയിനിൽ ഒരു കുഞ്ഞി ട്രെയിനിൽ മിനിയേച്ചർ ട്രെയിനിലാണ് നമ്മളതിന് പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. കറക്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ട്രെയിൻ നമുക്ക് മിസ്സായി. പിന്നെ നമ്മൾ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. ഓരോ 30 മിനിറ്റ്സിലാണ് ഈ ട്രെയിൻ ഉള്ളത് കേട്ടോ. അപ്പോൾ എത്ര രൂപയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.5 പൗണ്ട്സ്, 3 pounds 50 pence ആണ്. അപ്പോൾ ഒരാൾക്ക് കേട്ടോ, ഒരു അഡൾട്ടിന് വരുന്നത്. ചൈൽഡ് ആണെങ്കിൽ 2 pounds 50 pence. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഒരു മിനിസ്റ്ററിലേക്കാണ്. ചേർച്ച് അല്ലേ? ഒരു ചേർച്ച് പോലത്തെ ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്ലേസ് ആണ് മിനിസ്റ്റർ. അപ്പോൾ ഈ നേരെ ഈ ട്രെയിൻ തന്നെ ഡ്രോപ്പ് ചെയ്യും മിനിസ്റ്ററിലേക്ക്. സോ ഐ എം സോ എക്സൈറ്റഡ്. നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങി കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കുടുങ്ങി ഒരു ചെറിയ ട്രെയിനിൽ പോണത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇനി നമ്മൾ നടക്കുന്നത് മിൻസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യോർക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ആർക്കിടെക്ചറിലും അതുപോലെ തന്നെ ഹിസ്റ്ററിയിലൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ചേർച്ചാണെന്നാണ്. ചേർച്ചോ ടവറോ എന്തോ ആണിത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ മിനിസ്റ്റർ കണ്ടു. നമ്മൾ മിനിസ്റ്ററിൻ്റെ ഉള്ളോട്ട് കയറിയില്ല കേട്ടോ, കാരണം കാണാനില്ല. പിന്നെ 20 pounds ആണ് ഈച്ച്. അല്ല 20 pounds ആണ് ഈച്ച്. നമ്മളത് ടിക്കറ്റ്സ് എടുത്തിട്ടില്ല.
പിന്നെ വേറെ ഇതൊരു ചാപ്പലാണ് കേട്ടോ ഈ മിനിസറ. പക്ഷെ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പാണ് ഇന്ന്, ഭയങ്കര കോൾഡാണ് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് കൈയും കാലൊക്കെ നല്ലോണം കൈയൊക്കെ ഡ്രൈ ആയി തണുത്ത്. നമ്മൾ ഈ നെക്സ്റ്റ് പോകുന്നത് ഷാംബൽസ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലേക്കാണ്. ആ സ്ട്രീറ്റിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. ഓക്കെ, കമാ. സോ അവർ നമ്മളുടെ ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. അതൊരു വിൻറ്റേജ് സ്റ്റൈലിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്കത് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഓ, ദിസ് ഇസ് സോ ക്യൂട്ട് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് യോർക്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് വിൽ ബി വെരി മെമ്മറബിൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഇത്? ഗൈസ്, അതെനിക്ക് ഭയങ്കര സർപ്രൈസായി പോയിട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുമ്മാ നമ്മൾ അകത്തേക്ക് പോയപ്പോഴത്തേനും ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ ചോദിച്ചു എത്ര രൂപ തരണം ചോദിച്ചപ്പോൾ ഇല്ല, ഇഷ്ടമുള്ളത് തന്നാൽ മതി, ഡൊണേഷൻ പോലെയാന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ സിംഗിങ്ങിനും എല്ലാം വേണ്ടിയിട്ടാണ് ആൾ ആ പൈസ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് എടുത്തപ്പോഴത്തേനും ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാണ് എനിക്കത് കിട്ടിയപ്പോഴത്തേനും. ഇത് ഭയങ്കര ഒരു മെമ്മറി ആയിട്ട്, യോക്കിലെ മെമ്മറി ആയിട്ട് അത് വെക്കും കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളുടെ ഷാമ്പലല്ല നമ്മൾ പോയത്, നമ്മൾ വന്നത് ക്രൂസിലേക്കാണ് വന്നേക്കണത്. കാരണം ഞാൻ ഓൾറെഡി 2 o'clock ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ, മിൻസ്റ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം ക്രൂസിൽ പോവാം, അത് കഴിഞ്ഞിട്ട് ഷാമ്പലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മളുടെ ക്രൂസ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറും. 45 minutes ആണ് ക്രൂസിൻ്റെ ടൈം വന്നിട്ട്. 15 pounds ആണ് പറയുന്നത് കേട്ടോ, ഒരു അഡൾട്ടിന് 15 pounds. ഇതുവരെ ഇവിടെ ഇംഗ്ലണ്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ UK വന്നിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് റിവർ കാണുന്നത് പോലും. ഇതുവരെ ഇവിടെ വന്നിട്ട് റിവർ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ക്രൂസിലും പോയിട്ടില്ല. സോ വെരി എക്സൈറ്റഡ്. ആർ യു എക്സൈറ്റഡ്? അവിടെ ഒരു ചെറിയൊരു ഡക്കുണ്ട്, അപ്പോൾ അവരതിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ക്രൂസിൽ പോവാം. Right, come on, away from the pad. They're not for you. Come on, you're going to have to go about your business. Go on. Move along. Oh, why are you telling me? No, you're rude. Yeah, that's it. Jog on, mister. Go behind somebody. No, press the Thames. They ain't got nothing for you either. എന്തായി, ക്രൂസിൽ പോകാൻ പോകണോ? ക്രൂസിൽ ആൾക്കാരില്ല, അത് നോക്കിയിട്ട് ഞാൻ നിൽക്കണേ. ആകെ 4 പേരുള്ളൂ. അതിനെന്താ, എക്സൈറ്റഡ് ആണോ? പിന്നെന്താ, ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം അല്ലേ? ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ ഒരു റിവർ കാണുന്നത്. റിവർ അത് ഇവിടെ ഉണ്ട്. ഈ റിവർ ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നിട്ട് UK വന്നിട്ട് ഇത്രയും ഒരു റിവർ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് കണ്ടത്. നോക്കട്ടെ, നോക്കിയേ. നമുക്ക് ഇന്ന് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെയധികം ഒരു എന്താ പറയുക, ഒട്ടും ലൈറ്റില്ല. ഇന്നൊരു മഴക്കാറിൻ്റെ ദിവസം കണ്ടോ, മഴക്കാറ് നിറഞ്ഞൊരു ദിവസം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിനൊന്നും ഒട്ടും ലൈറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ന് വരാൻ തോന്നി, ഇന്ന് വന്നു. ഇന്ന് വീഡിയോ എടുക്കാൻ തോന്നി, ഇന്ന് എടുക്കാനേ പറ്റുള്ളൂ. സോ ഈ ക്രൂസിലാട്ടം നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി booking.com വഴി നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് 15 pounds. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു 14 pounds ആണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം.
ഹായ്. So, yeah, do. Welcome aboard. നല്ല രസമുണ്ടല്ലേ? മുകളിലിരിക്കല്ല. ഞാനിതല്ല മോളി പോണത്. അല്ല ഇവിടെ ഇരിക്കുന്നല്ല അടിപൊളി. മോളില് ഡോർ അടിച്ചിട്ടില്ല. പിന്നെ അപ്പം നമ്മൾ അതിൻ്റെ ക്രൂസിൻ്റെ മേളിൽ കയറിയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു മേളിലിരിക്കാന്ന് വിചാരിച്ചു. സോ ഇത് നൈസായിരിക്കും, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അധികം ആരുമില്ല, നമ്മളും 2 അപ്പാപ്പനമ്മേ മാത്രമേ ഉള്ളൂ. ഒരു അപ്പാപ്പനമ്മേ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മ മാത്രമേ ഉള്ളൂ. സലീഷ് അവിടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കേണ്ടത്. വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നാട്ടെ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് ആരും ഇല്ലാതെ നമ്മൾ മാത്രമുണ്ട് ക്രൂസിൽ. പക്ഷെ നല്ല രസമുണ്ട്, എൻജോയ് ചെയ്യാം. ഇന്ന് നമ്മൾ അധികം ഇന്ന് വന്നത് നന്നായി, കാരണം ഇന്നധികം റഷില്ല. അല്ലാത്ത ദിവസം നല്ല റഷാണ്. അപ്പം നമ്മൾ ചുമ്മാ എൻജോയ് ചെയ്ത് ക്രൂസിലിരിക്കുക കേട്ടോ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കപ്പിത്താൻ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, കപ്പിത്താൻ നമ്മുടെ ബോട്ട് എടുക്കുവാണ്. രസമുണ്ട്, കുറച്ച് രസമുണ്ട്. തലയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. എവിടേക്ക് പിന്നെണ്ടാ? പക്ഷെ ഈ വണ്ടി എടുത്തല്ല. നമ്മൾ ഇനി പോവാണല്ലോ. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോണതല്ലേ? അതെ. ഈ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ആയിട്ട് നമ്മൾ പോണത്. പെട്ടെന്ന് പോകണ്ടല്ലേ, നല്ല ഫാസ്റ്റ് ഉണ്ട്. ഉണ്ടോ? കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഈ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോവാണല്ലോ. Welcome aboard the Road Palace for this 45-minute sailing. As we get underway, I just have to go through a quick safety announcement, which is just to let you know this boat is equipped with more than enough life-saving equipment for everybody on board. This comes in the form of life rafts and life buoys located on the upper open decks. These can be launched manually or will float free. We do have a number of fire extinguishers throughout the saloon downstairs, as well as one here in the room. As we come into land here, there may be a bit of a bump. So do please remain just in your seats and with many exits or open stairways just as we come into land here. ഇതിപ്പോൾ അടുത്ത ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോവാട്ടോ. എനിക്ക് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോണത് ഇഷ്ടമായി. എന്തോ രസമുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. അപ്പം ഐ യു എൻജോയ്? അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് സ്ലൈറ്റ്ലി ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് നമ്മൾ മുകളിൽ നിന്ന് നിലത്തോട്ട് വന്നിരുന്നു കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ട് മുകളിൽ. അപ്പോൾ എനിക്ക് നല്ലോണം പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു നിലത്ത് വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ. സലീഷ് ഇവിടെ ഇരിപ്പുണ്ട്.
വന്നിരുന്നിട്ട് ഒരു കോഫി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കോഫി എല്ലാം കുടിച്ച് അതുപോലെ തന്നെ റോസ്റ്റഡ് പീനട്ട്സ് ഓർഡർ ചെയ്തു. അവിടുത്തെ കോഫിക്കൊക്കെ ഒട്ടും മധുരം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് പാക്കറ്റ് മധുരം ഇട്ടിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കോഫി. അപ്പോൾ ഈ കോഫിയും കുടിച്ച് എൻജോയ് ചെയ്തിട്ട് ക്രൂസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആരുമില്ല. പിന്നെ ഓരോ കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്, കപ്പിത്താൻ പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളെ പറ്റിയിട്ടെല്ലാം. അപ്പോൾ ഇവിടെ യോക്കിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ ക്രൂസിൽ വരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് സമ്മറിൽ വരണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം എൻഡിലേക്ക് എത്തി കേട്ടോ. ക്രൂസിൻ്റെ നമ്മളൊരു കോഫി കുടിച്ചു, എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് നൈസ്, നല്ലതായിരുന്നു. അധികം ആൾക്കാരില്ലാത്തത് ഭയങ്കര നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. എന്താടാ ഒന്ന് പോന്നോട്ടെ, കാണില്ല മുഖം. ഗൈസ്, നമ്മളങ്ങനെ ക്രൂസ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാളും പിന്നെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇതുണ്ടായിരുന്നു, ഭയങ്കര പ്രൈവസി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അധികം തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ അധികം ഒച്ചപ്പാടും ബഹളവും ഉണ്ടായിരുന്നില്ല. സൈലൻസിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ഷാംബിൾസ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഷാംബിൾസ്, യോക്കിൽ തന്നെ. കാരണം അതിനൊരു പ്രത്യേകതയുണ്ട്. അതിനാൽ അവിടെ എത്തിയിട്ട് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ പറ്റിക്കില്ല കേട്ടോ. എന്തായാലും ഷാംബിൾസിലോട്ട് തന്നെയാണ് നമ്മളെ നെക്സ്റ്റ് ലൊക്കേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ പോകണം എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇപ്പം ഇവിടെ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല മഴക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. മഴ എങ്ങാനും പെയ്താൽ നമ്മൾ പെട്ടു. പക്ഷെ മഴ പെയ്യില്ല എന്ന് പറയുന്നു. കാരണം കർത്താവ് അങ്ങനെ മഴ പെയ്യിപ്പിക്കില്ല എന്ന് തോന്നുന്നു. ചെറുതായിട്ട് പൊടിയൊന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് നേരെ ഷാംബിൾസിൽ പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ ഹാരി പോട്ടറിലെ ഡയഗൺ ആലിയുടെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഷോപ്പൊക്കെയാണ്, സ്ട്രീറ്റാണിത്. ആൻഡ് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ കുറേ സംഭവങ്ങളല്ല. ദ ഷോപ്പ് ദാറ്റ് മസ്റ്റ് നോട്ട് ബി നെയിംഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണിത്. ഇതിനകത്ത് കയറി നോക്കാം. ഇതിന് തന്നെ വേറൊരു ടൈപ്പ്. ഹാരി പോട്ടേഴ്സിൻ്റെ സംഭവങ്ങളാട്ടത്. ഫിഡ്ജറ്റ് പെൻ, സോർട്ടിങ് പെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാരി പോട്ടറിൻ്റെ പെന്നാട്ടോ.
marzipan. And Hazelnut, please. Baileys original. Bailey's original. Yes, please. Rose cream. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പാണ് കേട്ടോ, ദ മോങ്ക് ബാർ ചോക്ലേറ്റ്സ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ടിൻ മേടിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ടിൻ. ഇതിനകത്ത് 18 ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ്, 15 ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സിന് 18 പൗണ്ട്സ് അല്ല 17 പൗണ്ട്സ് ആണ് നമ്മളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയധികം ചോക്ലേറ്റ്സാണ് അത് എടുത്തേക്കുന്നത്. അതന്നെ വിളിക്കണം, നല്ല ഇതന്നെ. Chocolate shop. താങ്ക് യു സോ മച്ച്. എടുക്കാതെ പിടിച്ചോ. മോങ്ക് ബാർ ചോക്ലേറ്റ്സ് എന്നൊരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോണ ടേസ്റ്റ് ഇറ്റ്. ഇറ്റ്സ് ടു ഗുഡ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ശരിക്കും. നമ്മൾ ചോക്ലേറ്റ് അല്ല, നല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ചങ്ങൾ. സലീഷ് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പൊടി സൂപ്പർ അല്ലേ? ഇഷ്ടമായോ? നമ്മൾ സാധാരണ ഡയറി മിൽക്ക് കഴിക്കുന്ന നമ്മൾ ചോക്ലേറ്റ് പറയില്ലേ, അതുപോലെയല്ല, വേറെ വേറെ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് ഒരു അതിനകത്ത്. മിനിറ്റ് നോക്കട്ടെ, അതിൻ്റെ ഒരു ക്ലോസപ്പ് എടുക്കട്ടെ കേട്ടോ. താഴ്ത്തി ഇഷ്ടമായോ? ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഷോർട്ട് ഉണ്ട്. ഡയറി മിൽക്ക് നമ്മൾ കഴിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെയല്ല, വേറെ ടേസ്റ്റ്, നല്ല 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 സ്മൂത്ത് ടേസ്റ്റ്. അതന്നെ ഭയങ്കര, അത് ഭയങ്കര. ആ ഷോപ്പിൽ എന്തൊരു തിരക്കാ. നമ്മളൊരു ചോക്ലേറ്റ് ബാഗ് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഉറപ്പാണ്. എനിക്കിപ്പോൾ ഇത് ഷോർട്ട് കഴിച്ചപ്പോൾ തന്നെ ഉറപ്പായി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ യോക്ക് വരുന്നവർ ഈ ചോക്ലേറ്റ് ബാറിൽ നിന്ന് മസ്റ്റ് ട്രൈ. അതന്നെ മോങ്ക് ബാർ ചോക്ലേറ്റ്സ് ഓഫ് യോർക്ക് മസ്റ്റ് ട്രൈ ആണ് ഈ ഷോർട്ട്സ്. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് എമാൻഡസിൽ വന്നിട്ടോ. എമാൻഡസിൽ വന്നിട്ട് നമ്മൾക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. നമ്മൾക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എമാൻഡസിൽ കയറിയിട്ട് ഒന്ന് വാഷ്റൂം പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ പിന്നെന്താണ്, ഇനി നമ്മൾ പോണത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്, ഒരു കേരള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ, കിരൺ ചേട്ടൻ എന്നാണ് ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഒരു കൽപ്പകവടി അങ്ങനത്തെ ഒരു കേരള റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ 5 മണിക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ 4:45 അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇന്ന് ഈ എമാൻഡസിൽ കറങ്ങിയിട്ട് ഒരു 5 മണിയാകുമ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്, നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ 5 മണിയാകുമ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഓർത്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കായിരിക്കും. നമ്മളിന്ന് ഓപ്പൺ റിട്ടേൺ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും വരാം, ഏത് ടൈമിൽ വേണമെങ്കിലും തിരിച്ചും പോവാം. അപ്പോൾ അതുപോലെ നമ്മൾ ഓപ്പൺ റിട്ടേൺ എടുത്തേക്കണോണ്ട് നമുക്ക് പോയി വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ട്രെയിനിലും പോകാം. സോ അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളപ്പോൾ നേരെ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. നല്ല രസമുണ്ടായിരുന്നു യോർക്ക്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു യോർക്ക് വന്നിട്ട്. ഇറ്റ് വാസ് വെരി ഗുഡ്, വെരി ഓസം ആൻഡ് ബെസ്റ്റ് ഡിഷസിനായിരുന്നു കേട്ടോ നമ്മൾ യോർക്ക് വരാമെന്ന് പറഞ്ഞത്. ഇതെപ്പോഴും മെമ്മറബിൾ ആയിരിക്കും. നമ്മൾ ക്രൂസിൽ പോയതും എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ വേഗം ഇവിടെ നിന്ന് കുറച്ച് നേരം ടൈം കളഞ്ഞിട്ട് വേഗം നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല അടിപൊളി കേരള ഫുഡ് ട്രൈ ചെയ്യാം കേട്ടോ. കമാൻ. ഈ കൽപ്പകാവടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊരു കേരള റെസ്റ്റോറൻറ്റാണ്, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ വെഡിങ് ആള് അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മളിന്ന് വെഡിങ് ആനിവേഴ്സറി ഡിന്നറും ലഞ്ചും എല്ലാം കൂടി. സർവിംഗ് താരി, ചിക്കൻ വിന്താലും, മട്ടൻ ചുറ്റനാട്, ആലപ്പി ഫിഷ് കറി, ബീഫ് കൊണ്ടാട്ടും,
ചീരപരിപ്പ് പനീരിൽ രണ്ടും കൂടി വെരി ഗുഡ്. അങ്ങനെ നമ്മുടെ എല്ലാ ട്രിപ്പും ഇന്നത്തെ കഴിഞ്ഞിട്ടോ. 1 ഡേ ഫുൾ ട്രിപ്പായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 7 മണിയായി. നമുക്ക് 7:40 ട്രെയിൻ. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് നമുക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നേരെ ഷെഫീൽഡിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. യോർക്ക് വന്ന് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് ഞാൻ ക്യാപ്പ് വെച്ചത് നമ്മൾ ഭയങ്കര മഴ പെയ്തു, പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ ക്യാപ്പ് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു നമ്മൾ. ഇപ്പോൾ സാലേശ്വരം ആണെങ്കിൽ ട്രെയിനിൽ കാര്യം ചോദിക്കാൻ വേണ്ടി പോയേക്കാണ്. നമുക്ക് 40 മിനിറ്റ്സ് ഇവിടെ ഇരിക്കേണ്ടി വരും. കുറച്ചൊക്കെ കുഴപ്പമില്ല, നമ്മളിവിടെ ഇരുന്നു. പിന്നെ നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ചു. കൽപ്പക്ക വട ആ ഒരു റെസ്റ്റോറൻറ്റ് നല്ലതാണ് കേട്ടോ. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, അടിപൊളിയാണ്. യോർക്കിൽ വരുന്നവർ അങ്ങനത്തെ ഇന്ത്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവരൊക്കെ അവിടെ പോയിട്ട് ട്രൈ ചെയ്യും. നമ്മൾ കപ്പയും മീനും പിന്നെ ബിരിയാണിയാണ് കഴിച്ചത്. കപ്പയും മീനും അടിപൊളിയായിരുന്നു, മസ്റ്റ് ട്രൈ ആണ്. ബിരിയാണിയും നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ഇവിടെ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നേരെ വീട്ടിൽ പോകുന്നല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല. അതന്നെ, ഞാൻ പിന്നെ അധികം വ്ളോഗ് ചെയ്യാനത് നമ്മുടെ ഫോൺ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പവർ ബാങ്ക് നമ്മൾ എടുത്തിട്ടില്ലേ ഈ പ്രാവശ്യം. അപ്പം നമുക്ക് അതൊരു പ്രശ്നമായി. പിന്നെ ഇനി പോകുമ്പോഴത്തേന് എന്തായാലും പവർ ബാങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം. പവർ ബാങ്ക് എന്തായാലും എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു വ്ളോഗ് ഞാൻ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്താ ഇരിക്കണായിട്ട് ഇത്. അത് ഏറ്റവും അടിപൊളിയായിരുന്നു ഈ ദിവസം. അത്രയും നമ്മൾ എൻജോയ് ചെയ്തിരുന്നു നമ്മൾ രണ്ടാളും കൂടിയിട്ട്. നമ്മൾ അങ്ങനെ ഗിഫ്റ്റൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുന്നില്ല, പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്. അപ്പോൾ ഇനി 4th വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. അതെന്തിനാ അതന്നെ, അതൊന്നുമല്ല, അതിന് മുന്നേ എൻജോയ് ചെയ്യും. അതന്നെ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ചാച്ച. നമ്മൾ ആ ഹാരി പോട്ടർ ഷോപ്പിൽ നിന്ന് ഇതാണ് മേടിച്ചത്. ഒരു ഹോഗ്വാട്സിൻ്റെ ഒരു പെന്ന്, ഹാരി പോട്ടർ ഒരു സിംബോളൈസ് ചെയ്യുന്ന പെന്നും ഇതുണ്ടോ. ഈ ഒരു പെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ടല്ലേ. അതുപോലെ തന്നെ ഈ ഒരു പെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് സലേഷ് ബ്രോ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഇത്. ഓക്കെ, ഇന്ന് 2 ഗിഫ്റ്റ് തന്നു. അടിപൊളിയായിരുന്നു. ഇതുണ്ടോ ഈ ഒരു പെന്ന്, നല്ല ക്യൂട്ടല്ലേ ഈ പെന്ന്. എന്താ ക്യാപ്പൊക്കെ നോക്കിയൊക്കെ നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു സോവനിയർ മേടിച്ചിട്ടോ, യോർക്കിൻ്റെ. ഇതാ യോർക്കിൻ്റെ മിൻസ്റ്ററാണ് മേടിച്ചേക്കണത്. എനിക്ക് ആ ബോട്ടും അതല്ലെങ്കിൽ ആ ട്രെയിനാണ് കിട്ടണം എന്നുണ്ടായിരുന്നത്, പക്ഷെ അത് അവിടെ ഇല്ല. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, അവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും കൂടി വാങ്ങിച്ചിട്ടോ. ഇത് UK എല്ലായിടത്തും ഉണ്ട്, പക്ഷെ മെയിനിലുള്ളത് ലണ്ടനിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഇതല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞാൻ എന്തായാലും ലണ്ടനിൽ പോകുമ്പോഴത്തേനും എന്തായാലും ഇതും കൂടി ഇരിക്കട്ടെ എന്നോർത്ത് ഞാൻ ഇതും വാങ്ങിച്ചു. നമ്മൾ ഇന്ന് മേടിച്ചത് ഈ മോൺക് ബാർ ചോക്ലേറ്റ്സിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഒരുപാട് ചോക്ലേറ്റ്സ് വാങ്ങിച്ചപ്പോൾ ഇതിങ്ങനെയാണ് പാക്ക്ഡായിട്ട് വന്നേക്കണത്. ദിസ് ഇസ് സോ ഗുഡ് കേട്ടോ. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ അതിരിക്കുന്നത്. അവർ ലെയർ ആക്കി വെച്ചു കേട്ടോ. 1 2 3 4 5 6 7 8. ഇപ്പം 8 ചോക്ലേറ്റ്സ് ഉണ്ട് ഇതിലുണ്ട്. ഇത് നമ്മൾ ഓരോന്നായിട്ട് മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഈ ചോക്ലേറ്റ്. അപ്പോൾ ഇത്രയും നമ്മൾ മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ യോർക്കിൽ നമ്മൾ മേടിച്ചത് ഇതൊക്കെയാണ്. നമ്മൾ ഈ ചോക്ലേറ്റ്സൊക്കെ നന്നായിട്ട് തിന്നും. കണ്ടോ, ഈ 2 പെൻ വാങ്ങിച്ചു. ഇതെനിക്ക് സലീഷ് ഗിഫ്റ്റ് ചെയ്താണ്. പിന്നെ ഞാൻ എവിടെ പോയാലും ഇപ്പം മാഗ്നറ്റ് മേടിക്കുന്നുണ്ട്. നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേനും ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അതെല്ലാവർക്കും അറിയാമല്ലോ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പിന്നെ ഈ 2 പെൻ വാങ്ങിച്ചു, ഇത്രയും വാങ്ങിച്ചുള്ളൂ. സോ ടാറ്റാ, ബൈ ബൈ.